ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലും ഗ്രാമപഞ്ചായത്തുകളിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കുറഞ്ഞ യോഗ്യത വന്നിട്ടുള്ളത് 7ാം ക്ലാസ് ആണ്. കരാർ നിയമനമാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി KHRWS കാത്ത് ലാബിൽ കാത്ത് ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ കരാർ നിയമനം നടത്തുന്നതിന് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും 3/9/2025 രാവിലെ 11 മണിക്ക് അഭിമുഖം നടത്തുന്നുണ്ട്. അഭിമുഖം നടത്തിപ്പ് കേന്ദ്രം റീജിയണൽ മാനേജറുടെ കാര്യാലയം KHRWS പേവാഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം രാവിലെ 10 മണിക്ക് മുൻപായി അഭിമുഖ നടത്തിപ്പ് കേന്ദ്രത്തിൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെയും പ്രായപരിധി വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെയും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. അപ്പോൾ കാത്ത് ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BSc കാർഡിയാക് കത്തീഡറൈസേഷൻ ലാബിൽ സഹായ നടപടിക്രമങ്ങളിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ കാർഡിയാക് കത്തീഡറൈസേഷൻ കോഴ്സിൽ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡിപ്ലോമയും 3 വർഷത്തെ പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ബാച്ചിലർ ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജിയിൽ 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ബലൂൺ കത്തീഡറൈസേഷൻ അല്ലെങ്കിൽ ഇന്റർവെൻഷണൽ പ്രൊസീജിയറിൽ പ്രവൃത്തി പരിചയം അധിക യോഗ്യതയായിരിക്കും. പ്രായപരിധി 40 വയസ്സ് കവിയരുത്. ശമ്പളം 30,000 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ആറാട്ടുപുഴയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ വൃദ്ധമന്ദിരത്തിലേക്ക് കിടപ്പ് രോഗികളെ പരിചരിക്കുന്നതിനായി ജീവനക്കാരെ നിയമിക്കുന്നുണ്ട്. മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ ഫീമെയിൽ, മെയിൽ നഴ്സ് എന്നീ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ ഫീമെയിൽ, മെയിൽ അപേക്ഷകർ 8ാം ക്ലാസ് പാസ്സായിരിക്കണം. 50 വയസ്സിൽ താഴെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരമുണ്ട്. ജെറിയാട്രിക് ട്രെയിനിങ്ങും ആവശ്യമാണ്. നഴ്സ് തസ്തികയിൽ GNM അല്ലെങ്കിൽ BSc ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ പരിശീലനം പൂർത്തീകരിച്ച വയോജന മേഖലയിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 50 വയസ്സ് വരെയാണ്. താല്പര്യമുള്ളവർ വിശദമായ ബയോഡേറ്റ, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പുകളും സഹിതം സെപ്റ്റംബർ 10-ാം തീയതി രാവിലെ 10:30 ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ തൃത്താല നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമുന്നതി പദ്ധതിയിൽ മെന്റർ CRP തസ്തികകളിൽ നിയമനം നടത്തുന്നുണ്ട്. ഓണറേറിയം അടിസ്ഥാനത്തിലാണ് നിയമനം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 40 വയസ്സിൽ താഴെയുള്ളവർക്കാണ് അവസരം വന്നിട്ടുള്ളത്. മെന്റർ തസ്തികയിൽ ബിരുദമാണ് യോഗ്യത. CRP തസ്തികയിലേക്ക് +2 ആണ് യോഗ്യത. അഭിമുഖം ആഗസ്റ്റ് 30 രാവിലെ 10 മണിക്ക് പാലക്കാട് സിവിൽ സ്റ്റേഷൻ രാംനിലയിലെ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നടക്കും. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പുതുതായി ആരംഭിക്കുന്ന ആധുനിക ഗ്യാസ് ക്രിമറ്റോറിയത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. ഓപ്പറേറ്റർ, സുരക്ഷാ ജീവനക്കാർ എന്നീ തസ്തികകളിലാണ് നിയമനം. സെപ്റ്റംബർ 2 രാവിലെ 10:30 തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് വാക്കിൻ ഇന്റർവ്യൂ നടക്കും. ഓപ്പറേറ്റർ, സുരക്ഷാ ജീവനക്കാർ തസ്തികയിലേക്ക് കുറഞ്ഞത് 7ാം തരം വിദ്യാഭ്യാസ യോഗ്യതയും ശാരീരിക ക്ഷമതയും ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായം 45 വയസ്സിൽ താഴെയായിരിക്കണം. അപേക്ഷകർ ബയോഡേറ്റ, യോഗ്യത, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും അഭിമുഖത്തിന് കൊണ്ടുവരണം. കൂടുതൽ വിവരങ്ങൾ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ്. അടുത്തത് മലപ്പുറം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. പൊന്നാനി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ദിവസവേതനാടിസ്ഥാനത്തിൽ നഴ്സിംഗ് അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നുണ്ട്. 20-45 ഇടയിൽ പ്രായമുള്ള SSLC, ANM അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പും ആധാർ കോപ്പിയുമായി സെപ്റ്റംബർ 2 രാവിലെ 11:30 ആശുപത്രി ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
അടുത്തത് കോഴിക്കോട് ജില്ലയിൽ ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിൽ ദിവസവേതനത്തിൽ 179 ദിവസത്തേക്ക് താൽക്കാലികമായി നഴ്സിംഗ് ഓഫീസറെ നിയമിക്കുന്നുണ്ട്. യോഗ്യത സർക്കാർ അംഗീകൃത GNM അല്ലെങ്കിൽ BSc നഴ്സിംഗും 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. അപേക്ഷയും ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം സെപ്റ്റംബർ 2 രാവിലെ 10 മണിക്ക് സൂപ്രണ്ടിൻ്റെ ചേംബറിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ കരണി സഹകരണ പരിശീലന കേന്ദ്രത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആൺ പെൺകുട്ടികളുടെ ഹോസ്റ്റലുകളിൽ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് കരാർ നിയമനം നടത്തുന്നുണ്ട്. 7ാം ക്ലാസ് യോഗ്യതയുള്ള 18നും 50നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ സെപ്റ്റംബർ 3 വൈകിട്ട് 5 മണിക്കകം അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ വൈത്തിരി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി പെൺകുട്ടികൾക്ക് കരാട്ടെ പരിശീലനം നൽകാൻ അംഗീകൃത വനിതാ ട്രെയിനർമാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. സ്പോർട്സ് കൗൺസിൽ രജിസ്ട്രേഷനുള്ള ട്രെയിനർമാർ പരിശീലനത്തിന് ഒരു കുട്ടിക്ക് ഒരു ക്ലാസ്സിന് ഈടാക്കുന്ന നിരക്ക് രേഖപ്പെടുത്തണം. ഉദ്യോഗാർത്ഥികൾ ട്രെയിനർ കോഴ്സ് പൂർത്തീകരിച്ച രേഖകളുമായി സെപ്റ്റംബർ 1 വൈകിട്ട് 5 മണിക്കകം അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.